ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉടൻ തെളിവെടുപ്പ് നടത്തിയേക്കും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ച കാര്യം ദേവസ്വം ബോർഡ് കോടതി അറിയിക്കും. ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നിർണായകമാകും. മാത്രവുമല്ല, ഈ സ്വർണ്ണ കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പുറത്ത് കേൾക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന വിവരത്തിനേക്കാൾ ഏതാണ്ട് ഒന്നോ രണ്ടോ പടി മുന്നിലാണ് SIT എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, അവരതിനകത്തൊരു സീക്രട്ട് സ്വഭാവം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ് എന്ന് പറയുന്നത് ഇന്നലെ 2019 ജൂലൈ 20 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികളുമായി ബാംഗ്ലൂരിലേക്ക് പോയ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്ന് മറ്റു ചില ഉദ്യോഗസ്ഥരിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ 4 ദിവസമായി കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അതിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികൾ അത് ഒരുക്കിയത് തന്നെയാണ്. അത് ഈ പലർക്കായിട്ട് അത് പങ്കിട്ടു കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അനധികൃതമായ ബ്ലേഡ് സ്വഭാവത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. മാത്രവുമല്ല, ഇൻകം ടാക്സ് റിട്ടേൺ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാര്യമായിട്ടുള്ള പണമിടപാട് നടന്നുവെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ച പണമാണോ അല്ലെങ്കിൽ അത് വിറ്റുണ്ടാക്കിയ പണമാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംശയം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള സാമ്പത്തിക പരിശോധന ആവശ്യമായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സ്വർണ്ണപ്പാളികൾ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, സന്നിധാനത്ത് നിന്ന് 2019 കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളിക്ക് എന്തുപറ്റി, അതിന്റെ സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റതാർക്ക്, അത് വാങ്ങിയതാര്, അതിന്റെ പ്രതിഫലം എത്ര രൂപയായിരുന്നു, അതിന്റെ പങ്കാരൊക്കെ പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായ മറുപടി ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് അതിന്റെ വിവരങ്ങൾ കാര്യമായി പുറത്തേക്ക് വരാനിടയില്ല. കാരണം ഹൈക്കോടതി തന്നെ ഇക്കാര്യം രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ കൊണ്ടുപോയപ്പോഴൊക്കെ നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ആ രീതിയിൽ വലിയ പ്രസക്തിയുണ്ട്. ഏതായാലും ഇന്ന് റിപ്പോർട്ട് കൊടുത്ത ശേഷമായിരിക്കും, ഇന്നലെ റിവ്യൂ യോഗമൊക്കെ ചേർന്നിരുന്നു അന്വേഷണ സംഘത്തിന്റെ. ഏതായാലും ഇന്നത്തെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. അതിനുവേണ്ടിയിട്ടുള്ള തീരുമാനം അന്വേഷണ സംഘം നടക്കുക. രണ്ടാം ഘട്ടം ഉദ്യോഗസ്ഥരെ മുരാരി ബാബു, ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും.